കാരണം ആ കണക്കനുസരിച്ചിട്ടാണ് കസേരകൾ ഇവിടെ നിരത്തിയിരിക്കുക. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത കൂടി പറയട്ടെ, ഏതാണ്ട് 70, 80, 100 വേണം പറയാം അംഗങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളായി രാവും പകലുമില്ലാതെ പ്രാക്ടീസ് നടത്തി നിങ്ങളുടെ മുമ്പിൽ പരിപാടി അവതരിപ്പിക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പം അവരെയും PTA പ്രസിഡന്റ് പ്രത്യേക സംഘാടന പാഠമായതുകൊണ്ട് PTA പ്രസിഡന്റിനെ അനുമോദിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സായാഹ്ന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം വിജയിപ്പിക്കുവാൻ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും, സ്റ്റേജ്, ലൈറ്റ്, സൗണ്ട്, ക്യാമറ, വീഡിയോ, അതിനു മുമ്പ് ഞങ്ങളുടെ ടീച്ചേഴ്സ് നടത്തിയ ഗെയിംസ് വളരെ മനോഹരമായി എല്ലാ പേരൻസും തന്നെ ആസ്വദിച്ചു എന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. ഇനിയും ഈ പരിപാടി തുടരുകയാണ്. പരിപാടിയുടെ അവസാനത്തിൽ ഒരു സ്നേഹവിരുന്ന് ഇവിടെയുണ്ട്. അത് കൂപ്പൺ നേരത്തെ എടുത്തിട്ടുള്ള എല്ലാവരും തന്നെ ആ വിരുന്നിന് പങ്കുചേർന്നിട്ട് മാത്രമേ പോകാവൂ. എല്ലാ പരിപാടികളും വളരെ നന്നായിരിക്കും, നിങ്ങളൊക്കെ ആസ്വദിക്കുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. അതുകൊണ്ട് ആ പരിപാടികൾ കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ പോകാവൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. And no amount of words can express Reverend Father Jose Alukal's contribution to the success of this school. Let me extend a warm welcome to Reverend Father Jose Alukal. Welcome, Father. Blessings, knowledge and wisdom. For seeking the choicest blessing for the same, I invite our chief guest of the day, Reverend Dr. Penny Maramparambil, to kindle the lamp. I also invite all the dignitaries to kindly accompany our chief guest to kindle the lamp. Educational institutions and has made great contributions to the field of education. Presently, he is the principal of Bharat Mata College of Commerce and Arts, Chundi. Father, it's an honor to have you as our chief guest in today's function. With great respect, I invite you, Father, for the inaugural address. Father, please. വളരെ സുന്ദരമായ ഈ സായാഹ്നത്തെ ആനന്ദമയമാക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജോർജ് പിട്ടാപ്പിള്ളിലച്ച, സ്കൂളിൻ്റെ മാനേജർ ജോസ് ആലുക്കലച്ച, ഇന്നത്തെ അട്രാക്ഷൻ ആയ 2 സെലിബ്രിറ്റി ഗസ്റ്റുകൾ ഇവിടെയുണ്ട്. ടിനി ടോമും ശബരീഷ് വർമ്മയും, ഈ ആശ്രമത്തിൻ്റെ പ്രിയോരും ജീവസ് കിൻഡർ ഗാർഡൻ്റെ മാനേജറുമായ ഫാദർ ജോൺ ബർക്ക്മൻസ്, PTA പ്രസിഡന്റ് സുനിൽ ജോയ്, ബഹുമാനപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, കുട്ടികളെ, എൻ്റെ സുഹൃത്തായ ജിജോ കടവനച്ചൻ ഏറ്റവും പുറകിലിരുന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ജിജോ കടവനച്ചൻ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു. ഈ സുന്ദര മുഹൂർത്തത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആലുക്കലച്ചനും PTA കമ്മിറ്റിക്കാർക്കും ആദ്യമേ ഞാൻ നന്ദി പറയുകയാണ്. പ്രസംഗത്തെക്കാളേറെ ഇന്നത്തെ സായാഹ്നം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ നിറച്ച് ഈ പേരൻസിൻ്റെ സ്കൂൾ കാലഘട്ടവും കോളേജിലെ കാലഘട്ടവും കോളേജിലേക്ക് വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തുന്ന സുന്ദരമായ ഒരു സായാഹ്നമാണിത്. കുഞ്ഞുങ്ങളുടേതുപോലെ സ്വപ്നങ്ങൾ ചിറകടിക്കുന്ന
മനസ്സിൽ പ്രത്യാശയും സന്തോഷവും നിറയുന്ന വർണ്ണാഭമായ ഒരു വശം നമുക്കൊക്കെയുണ്ട്. ആ ഒരു വശം നമ്മൾ വളർത്തുകയാണ് ഈ കലാസായാഹ്നങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ. ജീവിതത്തിൻ്റെ ഗൗരവമേറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ പേരിൽ തുടങ്ങി ജീവിതഭാരം തോളിൽ വെച്ച് നീങ്ങാൻ തുടങ്ങുന്ന പേരൻസ് ആണെങ്കിലും ജീവിതത്തിൻ്റെ ഗൗരവം തെല്ലുവിട്ട് കൂട്ടായ്മയും സൗഹൃദമൊക്കെ പങ്കുവയ്ക്കുന്ന വേദിയായി ഈ കിൻഡർഗാർട്ടൻ്റെ പേരൻസ് ഡേ ജീവോത്സവം മാറുകയാണ്. ആദ്യം തന്നെ എനിക്ക് തോന്നിയത് ജീവോത്സവം എന്ന പേര് വളരെ സുന്ദരമാണ്. ജീവന്റെ ഉത്സവം. ദിസ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ലൈഫ്. ജീവസ് എന്ന പേരിൽ നിന്ന് തന്നെയാണ് ഇത് വന്നതെങ്കിലും അതിൽ ഒരുപാട് കാലിക പ്രസക്തിയുള്ള ഒരു നാമമാണ്. ജീവൻ അതിൻ്റെ എല്ലാ സമ്പൂർണതകളോടും വൈവിധ്യങ്ങളോടും കൂടി ആഘോഷിക്കാനും അത് ഒരു സെലിബ്രേഷനാക്കി മാറ്റാനും ഒക്കെയുള്ള നമ്മുടെ താല്പര്യവും സന്മനസ്സും. ജീവൻ അതിൻ്റെ കുഞ്ഞുനാൾ മുതൽ അതിൻ്റെ എല്ലാ ഭാവങ്ങളിലും സംരക്ഷിക്കപ്പെടണം എന്നൊരു നിഷ്കർഷ അത് ഈ സ്കൂളിലൂടെ സംഭവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CMI സന്യാസ സമൂഹം ഒരു നൂറ്റാണ്ടിലേറെയായി വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ സേവന രംഗത്ത്, മാധ്യമ രംഗത്ത്, ഇപ്പോൾ ആതുര ശുശ്രൂഷ രംഗത്ത് വളരെ ഗുണവാരമുള്ള ഉയർന്ന നിലയിലുള്ള സേവനം നടത്തി വരികയാണ്. ഓർഡിനറി എന്നൊരു പദം CMI സ്ഥാപനങ്ങളിലൊന്നുമില്ല. എല്ലായിടത്തും എക്സ്ട്രാ ഓർഡിനറി ആണെല്ലാം. തൊട്ടതൊക്കെ പൊന്നാക്കാൻ CMI സന്യാസ സഭയ്ക്ക് ഒരു കഴിവുണ്ട്. അവർ വന്നു കഴിയുമ്പോൾ സാധാരണ കാര്യങ്ങളൊക്കെ അസാധാരണ വൈഭവത്തോടെ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇത്തരം ഒരു മാജിക് കാണിക്കുന്ന ഒരുതരം മൈഡസ് ടച്ച് കൊണ്ട് എല്ലാറ്റിനെയും സുന്ദരമാക്കാൻ കഴിയുന്ന ഒരു വൈഭവം CMI അച്ഛന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. For the presidential address. Father, please. കിൻഡർഗാർട്ടൻ്റെ എല്ലാമായ ജോസാലിക്കലച്ച, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വളരെ സന്തോഷമുണ്ട് ഇന്ന് PTA ആഘോഷിക്കുന്ന ഈ മനോഹരമായ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട്. ഞാനിവിടെ അടുത്ത് തന്നെ മിത്രധാം എന്നൊരു സ്ഥാപനത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ഡയറക്ടറാണ്, ഫൗണ്ടറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിദ്യാഭ്യാസ സ്ഥാപനമാണ് മിത്രധാം. 1999 മുതൽ പുറത്തുനിന്ന് കറണ്ടെടുക്കാതെ ഏതാണ്ട് 40ഓളം മുറികൾ ഈ 99 തൊട്ട് ഇപ്പോൾ 17 വർഷമായി, 18 വർഷത്തേക്ക് കിടക്കുകയാണ്. 99 തൊട്ട് ഇവിടെ അടുത്ത് തന്നെ ചുണങ്ങവേലിയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, സോളാർ എനർജിയിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ സോളാർ ട്രെയിനിങ് നടത്തുന്നുണ്ട്. കുട്ടികളുടെ വിസിറ്റുണ്ട്. കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെ വിസിറ്റേഴ്സ് ഹാഫ് ഡേ പ്രോഗ്രാമിന് വേണ്ടി അവിടെ വരാറുണ്ട്. ഇങ്ങനൊരു, അതുപോലെ തന്നെ ആലിക്കലച്ചൻ പറഞ്ഞതുപോലെ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് 2010 മുതലൊരു ക്യാമ്പയിൻ, ശുചിത്വ ബോധന യജ്ഞം, എറണാകുളം ഡിസ്ട്രിക്റ്റിനെ ഒരു സമ്പൂർണ്ണ ശുചിത്വ ഹരിത ആരോഗ്യ ജില്ലയാക്കാനായിട്ടുള്ള ഒരു യജ്ഞമാണത്. യജ്ഞം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ത്യാഗം ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ജനുവരി 1 മുതൽ 15-ാം തീയതി വരെ ഞങ്ങൾ കുറേ കമ്മിറ്റഡ് ആയിട്ടുള്ള 10-ൽ താഴെ ആളുകൾ, സമൂഹത്തിലെ വിവിധ സംഘടനകളുടെയൊക്കെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ ഏതാണ്ട് 160 കിലോമീറ്റർ നടന്ന് 20ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രധാനപ്പെട്ട എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള കോളേജുകളിൽ നടന്നു ചെന്ന് കുട്ടികളുമായിട്ട് സംവദിച്ച് എങ്ങനെ നമ്മുടെ പരിസ്ഥിതി ശുചിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ള ചർച്ചയാണ്. അതിനുശേഷം കലായാത്ര എന്നൊരു പരിപാടിയുണ്ട്. ഒരു പ്രൊഫഷണൽ പരിപാടിയാണത്. അത് കുട്ടികൾക്ക് വേണ്ടി 30 സ്കൂളുകളിൽ നടത്തുന്നുണ്ട്. അതിനുശേഷം സൗഹൃദയാത്ര എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അത് ഗ്രൂപ്പുകൾക്ക് അവരവരുടെ പരിസരങ്ങൾ ശുചിയായിട്ട് സൂക്ഷിക്കുക, അതൊരു മത്സരമായിട്ടാണ് നടത്തുക. കഴിഞ്ഞ വർഷം ആ മത്സരത്തിൽ സമ്മാനം കിട്ടിയത് നമ്മുടെ സെൻറ്റ് തെരേസസ് കോളേജാണ്. അതിനുശേഷം വിജ്ഞാനയാത്ര ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് 12 എഞ്ചിനീയറിംഗ് കോളേജുകൾ, എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള പ്രധാനപ്പെട്ട 12 എഞ്ചിനീയറിംഗ് കോളേജിൽ കണക്ട് ചെയ്തിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഒരു എക്സിബിഷനും ആ കുട്ടികളുമായിട്ടുള്ളൊരു സംവാദമാണ്.
ഇതാണ് മിത്രധാം പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ആ പരിസ്ഥിതിക്ക് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് റിന്യൂവബിൾ എനർജി, അതായത് അക്ഷയ ഊർജം, ക്ഷയിക്കാത്ത ഊർജത്തിന്റെ പ്രോത്സാഹനം പരിസ്ഥിതിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. കാരണം പരിസ്ഥിതിയെ ശുദ്ധമായിട്ട് നിലനിർത്തണമെങ്കിൽ ഫോസിൽ ഫ്യൂവൽസ്, അതായത് നമ്മുടെ പെട്രോള്, ഡീസല്, കൽക്കരി ഇങ്ങനെയുള്ള സോഴ്സസിൽ നിന്നുണ്ടാക്കുന്ന ഊർജത്തെ മാറ്റിയിട്ട് സൂര്യൻ നമുക്ക് തരുന്ന ഊർജം, അതിനെ നമ്മൾ സ്വീകരിക്കണം. John Bergmans, our manager, for the felicitation. Father, please. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളെ, ഞാൻ പറയാനുള്ളത് ഡോക്ടർ ജോർജ് പിട്ടാപ്പള്ളിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഇനാഗുറൽ അഡ്രസ്സിൽ ബെന്നി അച്ഛനും പറഞ്ഞു കഴിഞ്ഞു. നല്ല ഒരു സന്ദേശമാണ് നമുക്ക് നൽകിയത്. മാനേജർ എന്ന പദവിയിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവരെയും അഭിനന്ദിക്കുക. നമ്മുടെ ആൽക്കണത്തിനെയും ഹെഡ് മിസ്ട്രസിനെയും റീതാമിസിനെയും പിന്നെ ഇവിടെയുള്ള അധ്യാപകരെയും പിന്നെ അനധ്യാപകരെയും മാതാപിതാക്കളെയും PTA പ്രസിഡന്റ് സുനിൽ ജോയിയെയും ഇങ്ങനെ എല്ലാവരെയും അഭിനന്ദിക്കുക. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. Thank you so much, Father. We are very fortunate to have our special celebrity guest, renowned cine artist Mr. Tini Tong, and the very talented Mr. Shabarish Verma amongst us today this evening. Mr. Tini Tong, who started his career as a mimicry artist, worked with various famous troupes like Cochin Guinness and Kalabavan, which saw him going places. This versatile actor, who portrayed his role in Pranjiyatan, Indian Rupee, etc., earned him high praise and gave him a place in the forefront of Malayalam cinema. Recently, he did a superb performance in the critically acclaimed film Dafedar. Mr. Tini Tong will be inaugurating our cultural program for this evening after the formal function, and we are all eagerly waiting for that, sir. And for now, we have our special celebrity guest, Mr. Shabarish Verma, speaking to us on this wonderful occasion. He needs no special introduction. We are all aware that he is a very dynamic personality, lyricist, singer and actor. He made his debut in the film Neram and rose to fame with his lyrics compositions for the film Premam. He has also won various prestigious awards for the same. Ladies and gentlemen, put your hands together for Mr. Shabarish Verma. Sir, please. പാലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തന്നെ തന്നെ തേടി വന്നൊരു മാർഗഴിക്കാറ്റ് പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തന്നെ തന്നെ തേടി വന്നൊരു പൈങ്കിളിക്കാറ്റ് പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊളിച്ചവളെ പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ ആദ്യമായുള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടിക്കൊണ്ടുപോവില്ലേ. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രേമത്തിൻ്റെ ഭാഷയിൽ നമസ്കാരം. വേദിയിലിരിക്കുന്ന കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും രക്ഷിതാക്കൾക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമസ്കാരം. നമ്മളുടെ മുമ്പിൽ ഒരുപാട് നല്ല നല്ല ആശയങ്ങൾ അച്ഛന്മാർ പറയുകയുണ്ടായി. ഇനി ഇതിൽ കൂടുതൽ ഇനി അധികം ജഗതിച്ചേട്ടൻ മറ്റേ സിനിമയെ പോലെ അധികം പ്രസംഗിയാവുന്ന ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗ്ലാഡിസ് മിസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗ്ലാഡിസ് മിസ് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ പാട്ട് പാടില്ലേ എന്നാണ്. അതാണ് വന്ന ഉടനെ തന്നെ ഒന്നും പറയാൻ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ നേരെ പാട്ട് പാടിയത്. ഒരു കാര്യം മാത്രം ഞാനൊന്ന് എടുത്തു പറഞ്ഞോട്ടെ. ജീവസ് എന്നു പേരുള്ള ഈ വിദ്യാലയം, ജീവോത്സവം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഉത്സവം, ജീവിതത്തിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷത്തിൽ ജീവിതമുണ്ട്. ഈ കുട്ടികളെ നോക്കിയാൽ മതി. ഇവിടെ പല കാര്യങ്ങളും ഇവിടെ സംസാരിച്ചെങ്കിലും അവര് ജീവിതം ആസ്വദിക്കുകയായിരുന്നു. അവരിവിടെ വന്നിരിക്കുന്ന
വ്യക്തികൾ എന്ത് സംസാരിക്കുന്നു, ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ എന്ത് വസ്ത്രം ധരിച്ചിരിക്കുന്നു, അതിലൊന്നല്ല ശ്രദ്ധ. അവരവരുടെ ജീവിതം ആസ്വദിക്കുകയാണ്. സന്തോഷമാണ് ജീവിതം. അച്ഛൻ പറഞ്ഞതിന് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എന്നാണ് എൻ്റെ ചിരിയെക്കുറിച്ച് പറഞ്ഞത്. എല്ലാവരും അങ്ങനെ തന്നെയായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നമ്മുടെ നല്ല നല്ല ഗുണങ്ങളാണ് മുഖത്ത് ചിരിയായിട്ട് കാണുന്നത്. നല്ലോണം ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് മനസ്സിൻ്റെ നന്മ തന്നെയാണ്. ഈ കുട്ടികളെ പോലെ ഒരുപാട് ചിരിച്ച് കളിച്ച് നടക്കുന്നു. നമ്മുടെ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ നയത്തിനെ കുറിച്ച്, നമ്മുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ഇത്രയും സന്തോഷിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് വളരെ സന്തോഷിച്ച് വരുന്ന ഈ കുട്ടികളുടെ ഈ സന്തോഷം നമ്മൾ എന്താ ചെയ്യുന്നത്? കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പ്രായം എത്തി കഴിയുമ്പോഴേക്കും അതെല്ലാം തല്ലിക്കെടുത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നിയമങ്ങൾ അവരുടെ തലയിലേക്ക് കൊടുക്കും, കണ്ടീഷനിലാക്കും. ഒരുപാട് നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അവന് സന്തോഷിക്കാൻ പോയിട്ട് അവന് ഒന്നിനും സമയം കിട്ടുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് തലയിലേക്ക് കുത്തി കഴിച്ചു കൊടുക്കും. എന്താണ് അവർക്ക് നല്ലത് തന്നെ, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് എക്സ്പോസ് ആവുന്നു, പക്ഷെ അവർ കൺഫ്യൂസ്ഡ് ആവുന്നു. അതിനേക്കാൾ കൂടുതൽ അവരുടെ സന്തോഷം അവർക്ക് കിട്ടുന്നു. അവരാരാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാതാവുന്നു. അതിനെല്ലാം അത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയട്ടെ. സന്തോഷം എന്നുള്ളത് മരണം വരെ ജീവിതം ആനന്ദ സ്വരൂപമാണെന്നുള്ള ഐഡിയ അത് അവരിലേക്ക് എന്താണ് ഈ വിദ്യാലയത്തിനും ഈ രക്ഷിതാക്കൾക്കും ഗുരുക്കന്മാർക്കും എത്തിക്കാൻ ആശയം അവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രേമം എന്ന സിനിമയുടെ തുടക്കത്തിൽ, ആ സിനിമ തുടങ്ങുന്നത് ഈ പാട്ടിൽ നിന്നാണ്. ഞാനും അതിന്റെ സംഗീത സംവിധായകൻ രാജേഷ് മുരുകേശനും കൂടി ചേർന്ന് പാടിയതാണ്. ഞാൻ തന്നെ എഴുതിയൊരു പാട്ടാണ്. അതിന്റെ 2 വരി പാടിക്കൊണ്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് വിടവുകയാണ്. കുറച്ച് ഓട്ടത്തിലാണ്, അതുകൊണ്ടാണ്. അപ്പോ ആ പാട്ടെന്താന്ന് വെച്ചാൽ, ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഈ ലോകത്തിൽ തിരക്കേറിയോടുമ്പോഴും തിരിഞ്ഞൊന്നു നോക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ. ഈ ലോകത്തിൽ മറക്കാൻ പഠിക്കുമ്പോഴും സഹിക്കാൻ പഠിക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ. എല്ലാവർക്കും മനസ്സ് തുറന്ന് ചിരിക്കാൻ ഈ ജീവിതത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭാവുകങ്ങൾ ഞാൻ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. Thank you so much, sir. Thanks are the highest form of thought. We would like to honor the eminent special guests, Mr. Tini Tom and Mr. Shabarish Verma, with a humble token. For that, I invite Reverend Father Jose Alukal to kindly hand over the memento to Mr. Tini Tom. Father, please. And I invite Mr. Sunil Joy to present the memento to Mr. Shabarish Verma. Thank you. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ദ മോസ്റ്റ് റെവറൻഡ് ഫാദർ ഡോക്ടർ ജോർജ് പിടാപ്പള്ളി, ബഹുമാനപ്പെട്ട ഉദ്ഘാടന പ്രാസംഗികൻ റെവറൻഡ് ഡോക്ടർ ബെന്നി മാരാമ്പറമ്പിൽ, ഫാദർ ബെന്നി മാരാമ്പറമ്പിൽ, സ്വാഗത പ്രാസംഗികൻ ഫാദർ ജോസ് ആലുക, ഇവിടുത്തെ മാനേജറായിട്ടുള്ള ജോൺ ബെഗ്മാൻസ്, പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകൻ ഷബരീഷ് വർമ്മ, PTA പ്രസിഡന്റായിട്ടുള്ള സുനിൽ ജോയ്, വേദിയുടെ മുന്നിലിരിക്കുന്ന അധ്യാപകരെ, അനധ്യാപകരെ, കുഞ്ഞുങ്ങളെ, ഞാൻ യഥാർത്ഥത്തിൽ ആലുവയിലുള്ള പരിപാടികൾക്കാണ് കുറവ് ഞാൻ പങ്കെടുക്കുന്നത്. മറ്റൊന്നുമല്ല, 1 മാസം മുൻപേ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള പല പരിപാടികൾ, കാരണം ഞാൻ സിനിമ മാത്രമല്ല ടെലിവിഷനും സ്റ്റേജും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരാളെന്ന നിലയിൽ വളരെ വിരളമായിട്ടുള്ള ദിവസങ്ങളാണ് ആലുവയിലുള്ളത്. അതെൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ്. കാരണം എനിക്ക് ലോകം കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ആര് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഞാൻ പോകാറുണ്ട്, എവിടെയും പോകാറുണ്ട്. പക്ഷെ ആലുവയിൽ എനിക്ക് ക്ഷണം ലഭിക്കാറില്ല. ഇവിടെ തന്നെ ഇപ്പോൾ അച്ഛൻ പറഞ്ഞു, സ്വാഗത പ്രാസംഗികനായ ആലുക്ക അച്ഛൻ പറഞ്ഞു 3-4 തവണ വിളിച്ചെന്ന്. ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല. ആദ്യം ഏറ്റത് എത്ര ചെറിയ പരിപാടിയാണെങ്കിലും അവിടെ ഓടിയെത്തുക എന്നുള്ളൊരു ദൗത്യവും ആ ഒരു കർമ്മം, അതൊരു കർമ്മമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത് സോളി എന്ന് പറയുന്ന ടീച്ചറാണ്, എൻ്റെ ഇടവകാംഗമാണ്. സെൻറ് ഡൊമിനിക്സ് ചർച്ച് എന്ന് പറയുന്നത് ആലുവയിലെ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് ഉള്ള ഒരു ഇടവകയാണ്. അപ്പോൾ ടീച്ചർ
യഥാർത്ഥത്തിൽ എൻ്റെ മുന്നിൽ പിച്ചക്കാർ മാത്രമേ ഇങ്ങനെ കരഞ്ഞിട്ടുള്ളൂ. സോളി ടീച്ചർ പറഞ്ഞ് അയ്യോ ടിനിയേട്ടാ ഒന്ന് വാ ടിനിയേട്ടാ. കാരണം എൻ്റെ ഇടവകയിലുള്ള സിനിമാക്കാരെന്ന് പറഞ്ഞാൽ ബാബുരാജും അമല പോളും നിവിൻ പോളിയും അൽഫോൺസും അടക്കം ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷെ ആലുവയിലുള്ള പരിപാടികളിൽ അവർക്കൊന്നും പങ്കെടുക്കാൻ സാധിക്കാറില്ല. ആലുവയിലുള്ള ആൾക്കാർ തന്നെയൊക്കെയാണ് ശബരീഷ് വർമ്മയും ഞാൻ ഉൾപ്പെടെയുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അതിഥികളല്ല, നിങ്ങളുടെ കുടുംബാംഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായത് മറ്റൊന്നുമല്ല, ആലുവയിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇത്രയും കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ ആലുവയിൽ കാണുന്നത്. അത് ജീവസിലാണ് എന്നുള്ളതാണ് എനിക്കൊരു സന്തോഷം. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ മനോഹരമായിട്ട് അവതാരിക ഇംഗ്ലീഷാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് CMI സ്കൂളിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഇന്നലെ ക്രൈസ്റ്റ് നഗർ തിരുവനന്തപുരത്ത് വന്നപ്പോഴും ഇംഗ്ലീഷിലായിരുന്നു അവിടെ മൊത്തം പ്രസംഗം. എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. ഞാൻ അവിടെ സംഭവിക്കുന്നത് എന്താണ് അതിനനുസരിച്ച് എൻ്റെ മാതൃഭാഷയിൽ പറയുമ്പോഴാണ് അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ. ഈ അടുത്തൊരു ഇന്റർനാഷണൽ സ്കൂളിൽ ചെന്നപ്പോൾ, കലാഭവൻ ഇന്റർനാഷണൽ സ്കൂൾ, അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മതിയെന്ന്. എൻ്റെ മുന്നിലിരിക്കുന്നത് ജപ്പാനിൽ നിന്ന് 4 കുട്ടികൾ, കൊറിയയിൽ നിന്ന് 3 കുട്ടികൾ, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് 2 പേര്, ഇന്ത്യയിൽ നിന്ന് 2 കുട്ടികളുണ്ട്, പക്ഷെ നോർത്ത് ഇന്ത്യൻസ് ആണ്. ഞാൻ ശരിക്കും പെട്ടുപോയി. അപ്പോൾ എനിക്ക് 4 പേജ് തന്നിട്ട് പറഞ്ഞു ഇത് വായിച്ചാൽ മതി, ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞാൽ മതി, അതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കാരണം ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പേജ് വായിച്ചു, അവർ കൈയടിച്ചു. 2ാമത്തെ പേജ് ആയപ്പോഴേക്കും മൊത്തം ഇറിറ്റേഷനായി. 3ാമത്തെ പേജ് ആയപ്പോഴേക്കും മൊത്തം ഡിസ്റ്റർബ്ഡായി. 4ാമത്തെ പേജ് ആയപ്പോഴേക്കും 2-3 കുട്ടികൾ ഇറങ്ങിപ്പോയി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആദ്യത്തെ പേജിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയിരുന്നു മറ്റു 3 കാരണം ഈ ബൈ ഹാർട്ടായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ വന്നപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ എൻ്റെ മോൻ്റെയും സ്കൂളിൽ നിന്ന് PTA ഫെസ്റ്റാണ്, രാജഗിരി കളമശ്ശേരിയിലാണ്. ഇതുപോലെ ഞാൻ പലതവണ PTA ഫെസ്റ്റിന് അവിടെ പങ്കെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ വരുന്നത് മറ്റൊന്നിലേക്കുമല്ല, കിൻഡർഗാർട്ടൻ്റെ ഒരു PTA ഫെസ്റ്റ് ഇത്രയും ബൃഹത്തായിട്ട് നടത്തുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ. സാധാരണ മറ്റുള്ള സ്കൂളുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം വളരെ മനോഹരമായിട്ട് കാണുമ്പോൾ ഒരു 3-4 മണിക്കൂർ പരിപാടി ഉള്ളെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നാളത്തെ അധ്വാനം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ളവർക്ക് ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. ഒരുപാട് അധ്വാനം ഉണ്ടാവും, യാതൊരു സംശയമില്ല. PTA പ്രസിഡന്റ് അടക്കം, സുനിൽ ജോയി അടക്കം എല്ലാവരും അഭിനന്ദിക്കുകയാണ്. അതിനോടൊപ്പം അഭിനന്ദിക്കുന്നത് മറ്റാരെയുമല്ല, എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഓഡിയൻസ്, മാതാപിതാക്കൾ. എനിക്ക് സാധിക്കാത്തൊരു കാര്യമാണ്, എൻ്റെ മകൻ വിളിക്കുമ്പോൾ എനിക്ക് ഇതുവരെയായിട്ടും സ്കൂളിൽ പോകാൻ സാധിച്ചിട്ടില്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ആഗ്രഹിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ 4 കണ്ണുകൾ അവരെ കാണുന്നുണ്ടെന്നാണ്. ഇത്രയും പേര് കൈയടിക്കുന്നുണ്ടോന്നല്ല, അവർ ആഗ്രഹിക്കുന്നതാണ്. ഈ ഒരു രാത്രി നമുക്ക് തിരിച്ചു കിട്ടില്ല. ഏറ്റവും മനോഹരമായൊരു സുവർണ നിമിഷമാണ് മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഗിഫ്റ്റ്. അതിന് ഞാൻ മാതാപിതാക്കളെ അഭിനന്ദിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ വന്നപ്പോൾ സ്വാഗത പ്രാസംഗികനെ ആലുക്കച്ചൻ പറഞ്ഞു നമ്മുടെ ഉദ്ഘാടക പ്രാസംഗികനെ കുറിച്ച് അഗാധ പാണ്ഡിത്യമുള്ളതാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ദൈവശാസ്ത്രത്തിൽ മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തിന് വളരെയധികം എല്ലാ വിഷയങ്ങളിലും, ജനകീയമായ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം കടന്നുപോയി. അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള അച്ഛന്മാരൊക്കെ ഡ്രോൺ എന്ന് പറയുന്നത് തന്നെ ആദ്യമായിട്ട് കേൾക്കാണ്. കാരണം സിനിമ പോലും കൃത്യമായിട്ട് അവർ കാണാറില്ല. അപ്പൊ ഒരു കാലഘട്ടം വരെ സിനിമ കാണുന്നത് പാപമായിട്ടാണ് ക്രിസ്ത്യൻ സമൂഹം വിചാരിച്ചിരുന്നത്. അച്ഛന്മാരും കന്യാസ്ത്രീകളും കാണില്ലായിരുന്നു. ഇപ്പോ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ അച്ഛന്മാരും സിനിമകൾ കാണാറുണ്ട്. ഇവന്മാരൊക്കെ സ്കൂളിൽ എന്തായിരിക്കും അല്ലേ, ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പൊ സാധാരണ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നതൊക്കെ കലാകാരന്മാർ, ഇവിടെ ഇരിക്കുന്നതൊക്കെ കലാകാരന്മാർ, അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. പലരുടെയും സംശയം എനിക്ക് 4 കുട്ടികളാണെന്നാണ്. ഈ അടുത്ത് കാരണം ഹൗസ്ഫുൾ എന്ന് പറഞ്ഞ സിനിമകൾ കണ്ടിരുന്നു, അതിൽ എനിക്ക് 4 കുട്ടികളാണ്. അപ്പൊ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ ഞാൻ ചെന്നപ്പോൾ, അങ്കമാലിൽ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു കന്യാസ്ത്രീ ചോദിച്ചു, മോന് 4 കുട്ടികളാണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് സിനിമയാണ്, അഭിനയം എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞത് അഭിനയം അങ്ങനെയാണെങ്കിൽ ഒറിജിനലായിട്ട് എന്തായിരിക്കും, എനിക്കൊരു കുട്ടിയേ ഉള്ളൂ. പക്ഷെ അവന്റെ കാര്യത്തിൽ പോലും എനിക്ക് കൃത്യമായിട്ട് പങ്കെടുക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊത്ത് ഏറ്റവും വലിയ ഗോഡ്സ് ഗിഫ്റ്റാണ്. ഇപ്പൊ 1-2 കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും. അവർക്ക് ദൈവം ഒരു താലന്ത് കൊടുത്തിട്ടുണ്ടാവും. ആ താലന്ത് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ടാലന്റ് തന്നെയാണ്, കഴിവ്. അതെന്താണെന്ന് തിരിച്ചറിയുക. സിനിമയിലും അല്ലെങ്കിൽ